തോമസ് ഉമ്മൻ പ്രാർത്ഥന നിർവഹിച്ച പ്രിയപ്പെട്ട ജോർജ് പുളിവിള അച്ഛൻ, വേദിയിൽ നമ്മെ അനുഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിലെ അധ്യാപകൻ കൂടിയായ ഡോക്ടർ തോമസ് ജോർജ് അച്ഛൻ, പ്രിയപ്പെട്ട മാർത്തോമ ഇടവകയുടെ വികാരി ഡോക്ടർ ഈപ്പൻ എബ്രഹാം അച്ഛൻ, പ്രിയപ്പെട്ട വൈ തോമസ് അച്ഛൻ, മാതാപിതാക്കളെ, സ്നേഹിതരെ, വളരെ സമ്മിശ്ര വികാരത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. വന്ദനായ ഡോക്ടർ ഒ തോമസ് അച്ഛൻ എനിക്ക് ഗുരുവാണ്, പിതാവാണ്. അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം വലിയ എഴുത്തുകാരും പ്രഭാഷകരും മരിക്കുന്നില്ല എന്ന സങ്കല്പമാണ് എനിക്കുള്ളത്. അക്ഷരങ്ങളിൽ കൂടി, എഴുത്തുകളിൽ കൂടി അവർ നമ്മോട് സംവേദിച്ചുകൊണ്ടിരിക്കും. എപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിക്കുന്നുവോ, പ്രസംഗങ്ങൾ കേൾക്കുന്നുവോ, ആ സമയത്തൊക്കെ സജീവമായ സ്പർശം, സ്പന്ദനം നമുക്ക് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചേപ്പാട് YMCA ഈ മൂന്നാമത് ഓർമ്മയിൽ അനുസ്മരണം നിർവഹിക്കുവാൻ തയ്യാറായതിൽ ചേപ്പാട് YMCA ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ കുടുംബമായ ഊടത്തിൽ കുടുംബത്തിൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഓർത്തഡോക്സ് വൈദിക സെമിനാരി കുടുംബത്തിൻ്റെ ഹൃദയപൂർവ്വമായ നന്ദിയും YMCAയോട് ഞാൻ അറിയിക്കുകയാണ്. ഇത്രയധികം ആളുകൾ ഇവിടെ എത്തി ഈ അനുസ്മരണ സമ്മേളനം ഹൃദ്യമാക്കി തീർക്കുന്നതിൽ ഓരോരുത്തരോടും ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ ആദരണീയനായ ഒ തോമസ് അച്ഛൻ എന്നോടുള്ള ബന്ധമാണ്. അച്ഛൻ്റെ മാവിയാണ് പന്തളത്തുള്ളത്. എൻ്റെ അമ്മച്ചിയുടെ സഹോദരപുത്രനാണ് ഫാദർ ഡോക്ടർ ഒ തോമസ് അച്ഛൻ. അദ്ദേഹം വൈദിക സെമിനാരിൽ പഠിക്കുന്ന കാലം മുതൽ പന്തളത്ത് മാവിയെ കാണാൻ വരികയും ഞങ്ങളോടൊക്കെ കുശലാന്വേഷണം നടത്തുകയും ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. വൈദിക സെമിനാരി വിദ്യാർത്ഥിയായ അന്നത്തെ ഒ തോമസ് എന്ന വിദ്യാർത്ഥി പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ അമ്മച്ചി എന്നെ ഇങ്ങനെ അസ്വസ്ഥമാക്കും. നീ ഇങ്ങനെ ഇരുന്നോ, നീ പഠിക്കണ്ട, നീയും പഠിക്കണം, സെമിനാരിൽ പോകണം. ഒരുപക്ഷെ ഒ തോമസ് അച്ഛൻ്റെ സാന്നിധ്യവും സജീവതയും എത്ര പ്രാവശ്യം വീട്ടിലുണ്ടായോ അത്രമാത്രം എൻ്റെ ബൗദ്ധിക തലങ്ങളെ അസ്വസ്ഥമാക്കിയത് ഒ തോമസ് അച്ഛൻ്റെ മാവി എൻ്റെ വല്യമ്മച്ചിയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, പ്രത്യേകിച്ച് 1974 ഡിസംബർ 31 ഒ തോമസ് അച്ഛൻ ഷമ്മാശനായത് കോട്ടയം പഴയ സെമിനാരിയിലാണ്. എൻ്റെ അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പഴയ സെമിനാരിയിൽ ആദ്യമായിട്ട് പോകുന്നത് 1974 ഒ തോമസ് അച്ഛൻ്റെ ഷമ്മാശപ്പട്ട ശുശ്രൂഷയ്ക്കാണ്. അതിൽ പങ്കെടുത്ത സഹോദരങ്ങളും കുടുംബക്കാരും ഇവിടെ ഉണ്ട് എന്നെനിക്കറിയാം. അന്നു മുതൽ ഇങ്ങോട്ടുള്ള ആ ബന്ധം ദൃഢതരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, പ്രഭാഷണങ്ങൾ, ശക്തമായ നിലപാടുകൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, പ്രകോപനങ്ങൾ മലങ്കര സഭയ്ക്ക് പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഇന്നലെ ഫേസ്ബുക്കിൽ, എൻ്റെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് കുറേ നാളിന് ശേഷം ഞാൻ ഇടുകയുണ്ടായി ഈ പ്രോഗ്രാം വെച്ചിട്ട്. അതിൻ്റെ അത് ഞാൻ കുറിച്ചത് ഇങ്ങനെയാണ്: നിലയ്ക്കാത്ത പ്രവാചക മുഴക്കം എന്നാണ്. നിലയ്ക്കാത്ത പ്രവാചക മുഴക്കം, അതായിരുന്നു ഫാദർ ഡോക്ടർ ഒ തോമസ് അച്ഛൻ. ഉന്നതമായ ഡിഗ്രികൾ, MA ബിരുദം നേടി സോഷ്യോളജിയിൽ, സറാംപൂരിൽ നിന്ന് BD ബിരുദം നേടി, ബാംഗ്ലൂർ UTCയിൽ പഠിച്ച് കൗൺസിലിങ്ങിൽ
MDS ബിരുദം നേടി. ലണ്ടനിൽ പോയി പഠിച്ച് കൗൺസിലിങ്ങിൽ ഡിപ്ലോമ നേടി. സറാംപൂർ സർവകലാശാലയിൽ നിന്നും കൗൺസിലിങ്ങിൽ PhD നേടി. ഉന്നതമായ ബിരുദം. ഓർത്തിരിക്കണം, വലിയ തലത്തൊട്ടപ്പന്മാരൊന്നും അച്ഛനില്ലായിരുന്നു. കഠിനാധ്വാനം കൊണ്ട്, നിരന്തരമായ പ്രയത്നം കൊണ്ട്, ദൈവാശ്രയം കൊണ്ട്, വേദപുസ്തക വായന കൊണ്ട്, കൃത്യമായ നിരീക്ഷണ പാഠവും കൊണ്ട് അച്ഛനിത് സ്വയം ആർജിച്ചു എന്ന് പറഞ്ഞാൽ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങൾ ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി. വൈദിക സെമിനാരിയിൽ അദ്ദേഹം പഠിക്കുവാൻ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് 18-17 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ സെമിനാരിയിൽ പഠിക്കുവാൻ വരണമെങ്കിൽ കുറഞ്ഞത് അരമനകളിലൊക്കെ നിന്ന് അവിടെ എത്തണമെങ്കിൽ ഒരു 28 വയസ്സെങ്കിലും ആവും. ഇവിടെയാണ് തോമസ് അച്ഛൻ 17ാമത്തെ വയസ്സിൽ അവിടെ പഠിക്കുവാനായിട്ടെത്തി. അവിടെ നിന്നാണ് പട്ടിപ്പടിയായി വിജ്ഞാനത്തിൻ്റെ അഗാധ തലങ്ങൾ സ്വാംശീകരിച്ച് ഉന്നതമായ ബിരുദങ്ങൾ കരസ്ഥമാക്കിയത്. ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിലെ അധ്യാപകൻ, പ്രൊഫസർ, ബർസാർ, പ്രിൻസിപ്പൽ എന്ന നിലയിൽ അദ്ദേഹം പ്രശോഭിച്ചു എന്നത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ്. ചേപ്പാട് നിവാസികൾക്ക് മാത്രമല്ല, തോമസ് അച്ഛൻ്റെ കുടുംബാംഗങ്ങളായ ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്കൊക്കെ ഏറ്റവും അഭിമാനവും സന്തോഷവും പകരുന്ന ഒന്നാണ് ഞങ്ങളുടെ സെമിനാരിയുടെ അധ്യാപകനും പ്രിൻസിപ്പലുമാണ് തോമസ് അച്ഛൻ എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. വൈദിക ട്രസ്റ്റി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. മിഷൻ ട്രെയിനിങ് സെൻറ്ററിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ദീർഘമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഏതാണ്ട് 10 വർഷം പ്രവർത്തിച്ചു. 1981, 1990 കാലഘട്ടം. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന നിലയിൽ ഏകദേശം 7 വർഷം, 2007 മുതൽ 2014 വരെ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പരമല കൗൺസിലിങ്ങിൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് 1995 മുതൽ 2022 വരെ അദ്ദേഹം പ്രവർത്തിച്ചു. അത് തുടങ്ങിയ കാലം മുതൽ അച്ഛൻ ലോകത്തോട് യാത്രയാകുന്ന സമയം വരെയും അതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു. എത്രയോ ഹൃദയങ്ങളെയാണ് സ്വാന്തനപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട റമ്പാച്ചൻ ചില ഉദാഹരണങ്ങൾ പറയുകയുണ്ടായി. പ്രതിസന്ധിയിലാകുന്ന കുടുംബങ്ങളെ അദ്ദേഹം സ്വാന്തനിപ്പിച്ചു. ഏകദേശം 4.5 പതിറ്റാണ്ടാണ് എഴുത്ത്, വായന, പ്രബോധനം, പ്രഭാഷണം ഈ നിലകളിൽ ആഗോളതലത്തിൽ വ്യാപരിച്ചത്. അത് ചേപ്പാട്ട് ഒതുങ്ങി നിന്നില്ല. അത് മാവേലിക്കരയോ കോട്ടയത്തോ കേരളത്തിലോ ഒതുങ്ങി നിന്നില്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മുഴങ്ങി എന്നുള്ളതാണ്. ആ പ്രഭാഷണത്തിനായിട്ട് ആളുകൾ കാതോർത്തിരുന്നു. ഹൃദ്യമാണ്, വശ്യമാണ്, സ്വാന്തനിപ്പിക്കുന്നതാണ്, ഹൃദയങ്ങളെ ആർദ്രമാക്കുന്നതാണ്. അതുകൊണ്ടാണ് തോമസ് അച്ഛൻ്റെ ശബ്ദം മറ്റ് പല ശബ്ദങ്ങളെക്കാൾ വേറിട്ട് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ നിരവധി പുസ്തകങ്ങൾ എഴുതുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിന് എഴുത്തുകളിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നത് ജനപ്രിയ ആധ്യാത്മികതയ്ക്കെതിരെ അദ്ദേഹം എഴുത്തിലും പ്രസംഗത്തിലും ശബ്ദിച്ചു. ജനപ്രിയ ആധ്യാത്മികത, ജനങ്ങൾക്കിഷ്ടമുള്ള ആധ്യാത്മികത, ജനങ്ങൾ ഏറ്റുപറയുന്ന ആധ്യാത്മികത, ഇത് ക്രിസ്തീയ വിരുദ്ധമാണ്, സഭാവിരുദ്ധമാണ്. ഇതിനെ അച്ഛൻ നഖശികാന്തം എതിർത്തു. അതുകൊണ്ടൊരു നല്ല ഭാഷയിൽ ഞാൻ പറയുകയാണ്, ജനപ്രിയ ആത്മീയതയ്ക്കെതിരെ എഴുത്തിലും വാക്കിലും പ്രവാചക ശബ്ദം മുഴക്കിയ ഗുരുവായിരുന്നു, പിതാവായിരുന്നു ഫാദർ ഡോക്ടർ തോമസ് അച്ഛൻ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്:
ക്രിസ്തു ദർശനം വിസ്മരിച്ചുള്ള ജനകീയ ആധ്യാത്മികതയോട് നിരന്തരമായി അദ്ദേഹം പോരാടി. സഭകളിൽ, കുടുംബങ്ങളിൽ, ഇടവകളിൽ പ്രസരിതമായി തീരേണ്ടത് ജനകീയ ആധ്യാത്മികതയല്ല, ക്രിസ്തു ദർശനം പങ്കുവെക്കുവാനായിട്ട് കഴിയുന്നത് ആയിരിക്കണം. അതുകൊണ്ട് വെറുതെ ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുകയില്ല. അതിനുള്ള ആർജവും നേതൃത്വശേഷിയും ചലനാത്മകതയും വൈഷ്ണവ പാഠവും ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ പഠിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ. ബദൽ ശബ്ദം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ അപജയം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബദൽ ശബ്ദങ്ങളില്ല, തിരുത്തൽ ശബ്ദങ്ങളില്ല. അതിൻ്റെ പോരായ്മ വളരെയാണ്. അതുകൊണ്ട് ഫാദർ ഡോക്ടർ ഒ തോമസ് അച്ഛൻ വളരെ അസാധാരണമായ സർഗശേഷി വെളിപ്പെടുത്തി, നേതൃത്വ ഗുണം വെളിപ്പെടുത്തി, കൗൺസിലിങ്ങിനുള്ള പ്രാഗൽഭ്യം വെളിപ്പെടുത്തി. ബോധന പാഠവും അതുല്യമായിരുന്നു, പ്രഭാഷണ ചാതുര്യം ഹൃദ്യമായിരുന്നു. ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി, 2022 സെപ്റ്റംബർ 22 ലോകത്തോട് യാത്രയായി. നമ്മളൊക്കെ ലോകത്തോട് യാത്രയാകേണ്ടതാണ്. എങ്കിലും ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ വലിയ ഗുരുവും പിതാവും നമ്മുടെ ഹൃദയങ്ങളിൽ സ്പന്ദിക്കുകയാണ്, നമ്മുടെ ഓർമ്മകളിൽ സുഗന്ധം വിതറുകയാണ്. ആ നല്ല ഓർമ്മകളുടെ മുമ്പിൽ ഞാൻ എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒ തോമസ് അച്ഛൻ നമുക്ക് പങ്കിട്ട ചില ബൗദ്ധികമായ ഇടപെടലുകളെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രഭാഷണങ്ങളിൽ നമുക്ക് എത്രയോ കാര്യം ഒ തോമസ് അച്ഛനെക്കുറിച്ച് വ്യക്തിപരമായി നമുക്ക് പങ്കിടുവാൻ കഴിയും. പക്ഷെ അദ്ദേഹം ഉയർത്തിയ ബോധനപരമായ ജ്ഞാന ദൃഷ്ടിയിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു പുസ്തകമാണ് നന്മയിലേക്കുള്ള രൂപാന്തരം. ഇത് പ്രകാശനം ചെയ്തിട്ടില്ല. ചേപ്പാട് പള്ളിയുടെ പെരുന്നാളിനാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുവാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് ഒരു അവതാരിക ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ കൃത്യമായിട്ട് ഒ തോമസ് അച്ഛൻ്റെ ഈ ദൈഷ്ണിക ഭാവം, അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക തലം എന്തായിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലും എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നത്, ഈ 45 വർഷത്തെ പ്രസംഗം വിശകലനം ചെയ്താലും അതിൽ നിറഞ്ഞു നിന്നിരുന്നത് ഒന്നാമതായി കുടുംബ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്. അത് വളരെ വ്യക്തമാണ്. അലങ്കര സഭയിൽ കൗൺസിലിംഗ് എന്നൊരു പ്രസ്ഥാനത്തെ ആദ്യമായിട്ട് അവതരിപ്പിച്ചതും പരിചയപ്പെടുത്തിയതും ഒ തോമസ് അച്ഛനാണ്. എല്ലാ സഭകളിലും അതുണ്ട്, എല്ലാ മതങ്ങളിലും അതുണ്ട് ഈ കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യം. ഈ പുസ്തകത്തിലെ ഒരു ലേഖനം ഇങ്ങനെയാണ്, അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: വിവാഹമോചനം ഇത്ര ലളിതമാക്കണമോ? ഇതിലെ 90% ലേഖനങ്ങളും മലങ്കര സഭാ മാസികയിൽ ഞാൻ ചീഫ് എഡിറ്ററായിട്ടിരുന്ന അവസരത്തിൽ പ്രസിദ്ധീകരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ തന്നെ അത് എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അന്ന് വലിയ വിവാദമുണ്ടായതാണ്. വിവാഹമോചനം ഇത്ര ലളിതമാക്കണമോ? 2 അഭിവന്യരായ അഭിഭാഷകരാണ് ഈ സ്റ്റേജിൽ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട ബിജു കെ വർഗീസും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജോസഫ് ജോണും. ഇവരൊക്കെ കോടതിയുടെയും കുടുംബ കോടതിയുടെയും ഒക്കെ 2 വശങ്ങളാണ്. പക്ഷെ ഒ തോമസ് അച്ഛൻ ചോദിക്കുന്നത് എങ്ങനെയാണ്: വിവാഹമോചനം ഇത്ര ലളിതമാക്കണമോ? അച്ഛൻ ഈ ആശയം പറയുമ്പോൾ കേരളത്തിൽ 18 കുടുംബ കോടതികളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 24 ഇപ്പോൾ 34 കുടുംബ കോടതിയുണ്ട്. ആഞ്ഞൊന്ന് പിടിക്കാമെങ്കിൽ നങ്ങ്യാർകുളങ്ങരെയും ഒരു കുടുംബ കോടതി ഗവൺമെൻറ് സ്ഥാപിച്ചു തരും. അത്രമാത്രം കുടുംബ പ്രശ്നങ്ങൾ കൂടുകയാണ്. അച്ഛൻ ഉയർത്തുന്ന പ്രശ്നം ഇതാണ്: ഈ കുടുംബ വിവാഹമോചനം ഇത്ര ലളിതമാക്കരുത് സഭ. കോടതിയിൽ നിന്നും നമുക്ക് ഡിവോഴ്സ് കിട്ടിയാലും പിന്നെ സഭയിൽ പോയി അതിൻ്റെ ക്ലിയറൻസ് വാങ്ങിയെങ്കിൽ മാത്രമേ വിവാഹം നടത്തുവാനായിട്ട്, പുനർവിവാഹം നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അച്ഛൻ ആവശ്യപ്പെടുന്നത് പെട്ടെന്ന് അങ്ങനെ വിവാഹമോചനം കൊടുക്കരുത്. കാരണമെന്ന് പറയുന്നത്, ഈ വിവാഹത്തിൻ്റെ പണമൊക്കെ വാങ്ങിയത്, ഫീസുകളൊക്കെ വാങ്ങിയത് കുടുംബ കോടതിയല്ല, പള്ളികളാണ് പൈസ വാങ്ങിയത്.
വിവാഹത്തിന് നടത്തണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം, അതിന് ചില ഫീസുകളൊക്കെ കൊടുക്കണം. അതൊക്കെ വാങ്ങിയിരിക്കുന്നത് ഇടവകളാണ്. അതുകൊണ്ട് ഇടവകൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ കുടുംബങ്ങളെ അനുനയിപ്പിക്കുവാനും അനുരഞ്ജനപ്പെടുത്തുവാനും ഉപദേശം നൽകുവാനും. പനമലയിലെ പ്രധാന കൗൺസിലർ ഡയറക്ടർ വട്ടക്കാട്ടച്ചൻ ഇവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അത് കോടതിയുടെ ഉത്തരവാദിത്വം മാത്രമല്ല, ഇടവകയ്ക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്. എത്രയൊരു ധാർമ്മികമായ ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത്. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? അതുകൊണ്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്, സഭയിൽ കുടുംബക്ഷേമ സമിതി ഉണ്ടാകണം. സഭയിൽ ഇങ്ങനെ കൗൺസിലിംഗ് മാത്രം പോരാ, കുടുംബ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട് കുടുംബക്ഷേമ സമിതി രൂപീകരിക്കണം. അത് വേണമെങ്കിൽ ഒരു കുടുംബ കോർട്ട് എന്നൊക്കെ പറയാമെങ്കിലും അച്ഛൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. കുടുംബക്ഷേമ സമിതി. തീർച്ചയായിട്ടും രണ്ടുപേരും മാനേജിങ് കമ്മിറ്റി അംഗങ്ങളാണ്. ഇത് തോമസ് അച്ഛൻ്റെ ഈ മൂന്നാമത് ഓർമ്മയിൽ നമുക്ക് സാംശീകരിക്കാവുന്ന വലിയ ചോദ്യമാണ്. സഭയിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ സഭാവ്യത്യാസമന്യേ വളരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ കുടുംബ പ്രശ്നങ്ങളെ പരിഹരിക്കത്തക്ക രീതിയിൽ കുടുംബക്ഷേമ സമിതി രൂപീകരിക്കുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ്. രണ്ടാമതായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൊക്കെ നിലനിച്ചിരിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് മക്കൾ ദൈവത്തിൻ്റെ ദാനം എന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും. അതിന് അദ്ദേഹം നല്ല കഥകളൊക്കെ പറയും, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആൺകുഞ്ഞാണെങ്കിൽ മാമോദിസായ്ക്ക് തിരുമേനിയും വലിയ ആഘോഷങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ കഥ പറയാം. പെൺകുഞ്ഞാണെങ്കിൽ ആരും അറിയത്തില്ല, ഒരു ഗ്യാസ് മുട്ടായി ഒക്കെ കൊടുത്താൽ പരിപാടി അങ്ങ് തീർക്കും. അപ്പം അതുകൊണ്ട് വളരെ വിമർശനാത്മകമായി എന്നാൽ വളരെ ഹൃദ്യമായി അച്ഛൻ ഈ വിഷയം അവതരിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ ആശയം ഇതാണ്: ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ദൈവത്തിൻ്റെ ദാനമാണ്. കുട്ടികളുടെ അവകാശം സംരക്ഷിക്കണം കുടുംബങ്ങളിൽ. അതാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരു വേദശാസ്ത്രം അവതരിപ്പിക്കുന്നുണ്ട്. കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. കുടുംബത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് വിശുദ്ധ ത്രിത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ് ത്രിത്വത്തെക്കുറിച്ച് അടയാളപ്പെടുത്തുന്നത്. ഇവിടെ തോമസ് അച്ഛൻ അടയാളപ്പെടുത്തുന്നത് കുടുംബം ഒരു ത്രിത്വമാണെന്ന് പറയുന്നത് അത് വളരെ കൃത്യമായിട്ടാണ്. ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇതിനെ മൂന്നിനെയും ബന്ധിപ്പിക്കുന്നത് സ്നേഹമാണ്. ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നുവോ കുടുംബം തകരും. ഇതാണ് തോമസ് അച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്ന വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ദീർഘമായി പറയുവാൻ നമുക്ക് കഴിയും, എങ്കിലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മൂന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ആദ്യോടന്തം നമ്മൾ കേൾക്കുന്നതും മുഴങ്ങിക്കേട്ടതും മലയാളികൾക്ക് മാനസിക ആരോഗ്യമില്ല എന്നൊരു തിയറിയാണ്. എത്രയോ കാലമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇത് 70കളിലും 75കളിലും ഒക്കെയാണ് അത് തുടങ്ങിയത്. 80കളിലും 90കളിലും ഒക്കെ വളരെ ശക്തമായ ഭാഷയിൽ അവതരിപ്പിച്ചു മലയാളികൾക്ക് മാനസിക ആരോഗ്യമില്ല എന്ന്. ഇന്ന് മനഃശാസ്ത്രജ്ഞന്മാരും സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും വളരെ കൃത്യമായി അടയാളപ്പെടുത്തി മലയാളികൾക്ക് നഷ്ടപ്പെട്ടു പോയത് മാനസിക ആരോഗ്യമാണ്. അദ്ദേഹം അവിടെയും വിശദീകരിക്കുന്നുണ്ട്. ഈ ആരോഗ്യം ലഭിക്കേണ്ടത് കുടുംബത്തിൻ്റെ ഉള്ളിലാണ്. കുടുംബമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കുമൊക്കെ സുരക്ഷിതത്വം നൽകേണ്ടത്. അദ്ദേഹം അവിടെ പറയുകയാണ്, കുടുംബത്തിൻ്റെ ഉള്ളിലാണ് സ്വയം മതിപ്പ്, മറ്റുള്ളവരെ അംഗീകരിക്കുവാനുള്ള മനസ്സ്, പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കരുത്ത്, നന്മയിലുള്ള വളർച്ച, നീതിബോധം, സാമൂഹിക പ്രതിബദ്ധത, ഇതൊക്കെ ഉണ്ടാകേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിലാണ്. നോക്കണം, വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുവരെയുള്ള കാലങ്ങളിൽ ദൈവരാജ്യത്തെക്കുറിച്ചും അങ്ങനെ മരണാനന്തര അവസ്ഥയെക്കുറിച്ചുമുള്ള വേദവ്യാഖ്യാനങ്ങൾ കേട്ടിടത്താണ് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട മനുഷ്യ ബന്ധത്തിന് സുഗന്ധം പകരുന്ന വിശകലനങ്ങൾ തോമസ് അച്ഛൻ അവതരിപ്പിച്ചത് എന്നുള്ളത്. കുടുംബത്തിൻ്റെ ഉള്ളിൽ ദൈവാശ്രയ ബോധം ഉണ്ടാകണമെന്ന് അദ്ദേഹം അടിവരയിട്ട് പഠിപ്പിച്ചത് നമ്മൾ മറന്നു പോകരുത്. വീണ്ടും നാലാമതായി തോമസ് അച്ഛൻ്റെ എഴുത്തുകൾക്കകത്തും
പ്രഭാഷണങ്ങൾക്കകത്തും കണ്ടുമുട്ടുന്നത് മാധ്യമ വിമർശനമാണ്. ഈ പുസ്തകത്തിൽ മനോഹരമായൊരു ലേഖനമുണ്ട്, കുടുംബവും മാധ്യമ സംസ്കാരവും എന്ന് പറയുന്ന മനോഹരമായൊരു ലേഖനമുണ്ട്. തോമസ് അച്ഛൻ ഈ ലേഖനം എഴുതുമ്പോൾ ഇന്നത്തെ രീതിയിലുള്ള സാമൂഹിക മാധ്യമങ്ങളും വാട്സപ്പുകളും ഇൻസ്റ്റാഗ്രാമും ഒന്നും ശക്തമല്ല. പക്ഷെ അദ്ദേഹം ഇതിനത് പ്രവചിച്ചിട്ടുണ്ട്. കുടുംബങ്ങളെയും സഭയെയും സമൂഹത്തെയും വിഴുങ്ങുവാൻ മാധ്യമങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന്. സത്യമല്ലേ? നമ്മുടെ രാഷ്ട്രീയത്തെ വിഴുങ്ങിയില്ലേ സാമൂഹിക മാധ്യമങ്ങൾ? നമ്മുടെ സഭകളെ വിഴുങ്ങിയില്ലേ സാമൂഹിക മാധ്യമങ്ങൾ? സാമൂഹിക മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ച് സഭകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, എന്തിന് ജുഡീഷ്യറി പോലും ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ പൊങ്കാലയിടാൻ വരണ്ട. അത്രമാത്രം സാമൂഹിക മാധ്യമങ്ങൾ നമ്മളെ വിഴുങ്ങി. പ്രത്യേകിച്ചത് ആഗോളവൽക്കരണത്തിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും വലിയ സ്വാധീനമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നത്. അത് അവതരിപ്പിക്കുന്നത് സെൻസേഷണലിസമാണ്. അദ്ദേഹം ആ വാക്കിന് ഉപയോഗിക്കുന്നുണ്ട്. അസത്യപ്രചരണമാണ് അവതരിപ്പിക്കുന്നത്. ഈ അസത്യപ്രചരണങ്ങൾ, അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ആ പഠനമൊക്കെ അന്ന് തുടങ്ങുന്നതേ ഉള്ളൂ, പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തരത. അദ്ദേഹം അതിനൊരു ട്രാൻസ്ലേഷൻ പറയുന്നുണ്ട്, സത്യാനന്തരതയുടെ സത്യം. ആ ഒരു വാക്കിനെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. നോക്കണം, സത്യാനന്തര തിയറിയൊക്കെ വെളിപ്പെട്ടതും വിശകലനം ചെയ്യുന്നതുമൊക്കെ ഈ 2022 ശേഷമാണ്. പക്ഷേ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് വളരെ മുമ്പാണ്. ഈ സത്യാനന്തര ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്ന മാധ്യമങ്ങൾ സഭകളെയും സമൂഹത്തെയും കുടുംബത്തെയും വിഴുങ്ങുമെന്ന് ഫാദർ ഡോക്ടർ തോമസ് അച്ഛൻ വെളിപ്പെടുത്തുമ്പോൾ, അതല്ലേ പ്രവാചക ശബ്ദം, അതല്ലേ തിരുത്തൽ ശബ്ദം? അത്തരം ശബ്ദങ്ങളല്ലേ ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. നമ്മൾ വിസ്മരിക്കരുത്. ഇവിടെയാണ് തോമസ് അച്ഛൻ്റെ ശബ്ദം വേറിട്ട് നിൽക്കുന്നത്, ദൈവിക ശബ്ദമായി തീരുന്നത്, തിരുത്തൽ ശബ്ദമായി തീരുന്നത്, പ്രവാചക ശബ്ദമായി തീരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തോമസ് അച്ഛൻ്റെ എഴുത്തും പ്രവചനവും അദ്ദേഹത്തിലെ പ്രഭാഷണങ്ങളും നിലയ്ക്കാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്, ഈ കേരളത്തിൽ മലയാള സമൂഹത്തിൽ നിലയ്ക്കാത്ത പ്രവാചക ശബ്ദത്തിൻ്റെ മുഴക്കം, അതാണ് ഫാദർ ഡോക്ടർ തോമസ് അച്ഛൻ എന്ന് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ആ ലേഖനത്തിലെ സമാപനത്തിൽ അദ്ദേഹം സ്പർശിക്കുന്നുണ്ട്, ഈ മാധ്യമങ്ങൾ ഉയർത്തുന്ന ഈ പുത്തൻ ലോകക്രമത്തിൽ, ഈ പുത്തൻ സെൻസേഷണൽ സംസ്കാരത്തിൽ, അല്ലെങ്കിൽ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ കഥകളിൽ നമുക്ക് ഒരു ബദൽ മാധ്യമ സംസ്കാരം ഉണ്ടാകണമെന്ന് തോമസ് അച്ഛൻ സ്വപ്നം കാണുന്നു. സത്യത്തിൽ ഇപ്പോൾ നമുക്കെല്ലാം തോന്നുന്നില്ലേ? നമ്മളെല്ലാം ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ലേ, നമുക്കൊരു സത്യസന്ധമായ വിശുദ്ധമായ ഒരു സർഗാത്മകതയുള്ള ഒരു മാധ്യമ സംസ്കാരത്തെ രൂപപ്പെടുത്തുവാൻ കഴിയുമോ എന്ന് ഒരു ആശയം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താം. തോമസ് അച്ഛൻ്റെ എഴുത്തിലും പ്രഭാഷണത്തിലും കാണുന്ന 5ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് വളരെ ശക്തമാണ്. അദ്ദേഹം ആത്മീയതയിലെ വൈകല്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു. പലപ്പോഴും സഭകളെ പ്രകോപിപ്പിച്ചിരുന്നത് അതാണ്. സഭാവ്യത്യാസമന്യേ ആ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നില്ല, ചില തലക്കെട്ടുകൾ മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹം പറയുന്നു, പ്രകടനാത്മകത സഭയ്ക്ക് പാടില്ല, വലിയ ആഘോഷങ്ങൾ സഭയ്ക്ക് പാടില്ല. തോമസ് അച്ഛൻ പറഞ്ഞിട്ട് കുറേ കാലമായി. പക്ഷേ ഈ സഭ ഇപ്പോൾ അത് ഏറ്റെടുത്തു. ആഘോഷങ്ങൾ കുറയ്ക്കണം. പൗലോസ് ദ്വിതീയൻ ബാവയുടെ കൽപ്പനയും മാത്യൂസ് തൃതീയൻ ബാവയുടെ കൽപ്പനയും ആഘോഷങ്ങൾ പാടില്ല എന്നും പറഞ്ഞ് വരികയുണ്ടായി. പക്ഷെ പള്ളികൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയയില്ല. കൽപ്പന ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ തോമസ് അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, പ്രകടനാത്മകതയും ആഘോഷങ്ങളും നിയന്ത്രിക്കപ്പെടണം. ഇതാണ് തിരുത്തൽ ശബ്ദം, ഇതാണ് പ്രവാചക ശബ്ദം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതിന് പകരം കുരിശുണ്ടാവണം, ത്യാഗമുണ്ടാവണം, കിരീടമുണ്ടാവണം. അതാണ് പൗരസ്ത്യ ആധ്യാത്മികതയെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് സഭയിൽ മാത്രം പോരാ, കുടുംബത്തിലുണ്ടാവണം,
രാഷ്ട്രീയത്തിലുണ്ടാവണം, ഒരു പൊതുസമൂഹ മണ്ഡലത്തിലുണ്ടാവണം. ഇതാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ തലക്കെട്ട് മാത്രം പറഞ്ഞ് ഞാൻ സമാപനത്തിലേക്ക് വരികയാണ്. വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. 2 സഭാ മാനേജിംഗ് കമ്മിറ്റികളുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം ഹ്രസ്വമാക്കുകയാണ്. എന്തൊക്കെയാണ് ഓ തോമസ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്? ആടുകളുടെ പുറകെ പോകുന്ന ഇടയന്മാർ വർദ്ധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും പ്രസംഗങ്ങളും ഒക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഇടവക ജനങ്ങൾ എന്ത് പറയുന്നു അതിൻ്റെ പുറകെ പോകുന്ന, അത് സാധിച്ചു കൊടുക്കുന്ന ഇടയന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു എല്ലാ സഭകളിലും. അദ്ദേഹം വീണ്ടും പറയുന്നു, പരീശ മതത്തിൻ്റെ സ്വാധീനങ്ങൾ വളരെയാണ്. ഈ ഭൗതികതയുടെയും ലോകക്രമത്തിൻ്റെയും സ്വാധീനം സഭയെ ഗ്രസിച്ചു, സഭകളെ ഗ്രസിച്ചു. ഇത് അച്ഛനെ രോക്ഷാകുലമാക്കിയിട്ടുണ്ട്, അത് അച്ഛനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്, അത് അച്ഛൻ്റെ ഉറക്കത്തെ കെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, പരീശ മതത്തിൻ്റെ സ്വാധീനങ്ങൾ സഭകളിൽ ഉണ്ടാകരുത്. വീണ്ടും അദ്ദേഹം പറയുന്നു, അൾത്താരയിൽ നിന്നും ഖബറിലേക്ക് പോകുന്ന ഒരു ആധ്യാത്മികത വളരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം തന്നെ പല പ്രാവശ്യം ചോദിച്ചു, നമുക്ക് അൾത്താരയാണോ വലുത്, ഖബറിടമാണോ വലുത്? നമ്മൾ വീണ്ടും അത് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് വീണ്ടും അദ്ദേഹം പറഞ്ഞു, പള്ളികളിൽ ജാതി വ്യവസ്ഥ ഇല്ലാതെ ചെയ്യണം. ജാതി വ്യവസ്ഥയൊക്കെ നമ്മുടെ നാട്ടിലില്ലെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ നമ്മുടെ പള്ളികൾ ശിഥിലീകരിക്കപ്പെടുമ്പോൾ ആർക്ക് ശബ്ദമുയർത്തുവാൻ കഴിയും? നമ്മളൊക്കെ ജീവിച്ചു പോകണമെന്നുള്ളതുകൊണ്ട് കണ്ണുകൾ കൂട്ടിയടച്ച് നമ്മൾ പോകുകയാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇല്ലാത്ത തിരിശേഷിപ്പുകൾ വലിയ വിവാദമുണ്ടാക്കിയ പ്രസംഗമാണ്. ഈ പുസ്തകത്തിൽ അതുണ്ട്, നിങ്ങൾ വായിക്കണം. പെരുന്നാളിനത് പ്രകാശനം ചെയ്യും, ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ധൂർത്ത് പകരുന്ന പെരുന്നാൾ ആഘോഷങ്ങൾ. ഇത് പ്രസംഗിച്ച അവസരത്തിൽ നമ്മുടെ നാട്ടുകാർക്ക് പോലും അത്ര ഇഷ്ടപ്പെട്ടില്ല. ധൂർത്ത് പകരുന്ന, പ്രകടനാത്മകത പകരുന്ന പെരുന്നാൾ ആഘോഷങ്ങൾ കുറയ്ക്കണം. ഇത് തന്നെയല്ലേ ഇപ്പോൾ പരിശുദ്ധ ബാവാ തിരുമേനിമാർ കൽപ്പനയിൽ കൂടി എഴുതിയിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അനുതാപമില്ലാത്ത കുർബാന അനുഭവം നിർത്തലാക്കണം. അനുതാപമില്ലാത്ത കുർബാന അനുഭവം നിർത്തലാക്കണം. അതിൻ്റെ വിശദീകരണമൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നെങ്കിലും ഞാൻ ഒഴിവാക്കുകയാണ്. അദ്ദേഹം ഈ ലേഖനത്തിൽ 8ാമതായിട്ട് പറയുകയാണ്, കൂദാശാനുഷ്ഠാനത്തിലെ ധൂർത്ത് ഒഴിവാക്കണം. അപ്പം നോക്കുമ്പോൾ ഓ തോമസ് അച്ഛൻ അദ്ദേഹം പങ്കിട്ട ആശയം കാലങ്ങളെ അതിജീവിക്കുന്നതാണ്, കാലാന്തരിയാണ്, അത് തലമുറകളിലേക്ക് സംവേദിക്കുന്നതാണ്, നമ്മുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യൂസ് തിരുമേനി. അദ്ദേഹം പറയാറുണ്ട്, ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്തുവാൻ കഴിയണം, മുറിപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ പറയണം. ഒസ്താത്യൂസ് തിരുമേനി ദർശനം എനിക്ക് തോന്നുന്നത് അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തത് ഓ തോമസ് അച്ഛനാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് കൂദാശ അനുഷ്ഠാനങ്ങളെ ധൂർത്ത് ഒഴിവാക്കണം എന്ന്. ചുരുക്കത്തിൽ ഓ തോമസ് അച്ഛൻ അവതരിപ്പിച്ചത് എന്താണ്? ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തന്നെയാണ്, മനുഷ്യ സമൂഹം നന്മയിലേക്ക് രൂപാന്തരപ്പെടണം. അത് മാത്രമേ ഓ തോമസ് അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. മനുഷ്യ സമൂഹം നന്മയിലേക്ക് രൂപാന്തരപ്പെടണം, നീതിയിലേക്ക് രൂപാന്തരപ്പെടണം, സാമൂഹിക പ്രതിബദ്ധതയിലേക്ക് രൂപാന്തരപ്പെടണം. ഇവിടെയാണ് ഓ തോമസ് അച്ഛൻ അനശ്വരനാകുന്നത് എന്ന് ഓർപ്പിക്കുകയാണ്. അഭിവന്ദനായ ഡോക്ടർ ഓ തോമസ് അച്ഛൻ മരിച്ച അവസരത്തിൽ കബറടക്ക ശുശ്രൂഷ തുടങ്ങിയത് പരമല ആശുപത്രിയിലാണ്. അവിടെ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ എഴുന്നള്ളി ഓ തോമസ് അച്ഛനെ കുറിച്ച് ഒരു ചെറിയ പ്രഭാഷണം നടത്തി.
അതിലെ ആമുഖവരി ഞാൻ ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ബാവാ തിരുമനസ്സ് പറയുകയാണ്, ഞാനത് വായിക്കുകയാണ്. സഭയുടെ പൊതു നന്മയും വളർച്ചയും ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു ഡോക്ടർ ഒ തോമസ് അച്ഛൻ്റെ പ്രസംഗം. സ്നേഹത്തിലും സമാധാനത്തിലും സഭ വളരണമെന്നത് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ബാവാ തിരുമനസ്സ് അങ്ങനെയാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. സ്നേഹത്തിലും സമാധാനത്തിലും സഭ വളരണമെന്നത് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ആരും അറിയത്തില്ല, ഞാൻ ഉൾപ്പെടെ. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ കാലയവനിക്കുള്ളിൽ മറഞ്ഞു പോകുമ്പോഴാണ് നമ്മളെക്കുറിച്ചുള്ള നന്മകൾ ലോകം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഒ തോമസ് അച്ഛൻ്റെ സജീവമായ ഈ സ്മരണ നമ്മുടെ മുന്നിൽ നിലനിൽക്കും. അദ്ദേഹത്തിൻ്റെ ഈ സജീവമായ ഓർമ്മകളുടെ മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് വിനീതമായി വണക്കുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും ഒ തോമസ് അച്ഛൻ്റെ സ്നേഹിതരാണ്, കുടുംബാംഗങ്ങളാണ്, പ്രിയപ്പെട്ടവരാണ്. വീണ്ടും ഒരിക്കൽ കൂടി ചേപ്പാട് YMCAയ്ക്ക് ഹൃദയപൂർവമായ പ്രാർത്ഥനയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് സെക്രട്ടറി ശ്രീ ലാലൻ മഞ്ഞാട് ഉൾപ്പെടെയുള്ള YMCAയുടെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ സ്നേഹമറിയിച്ച് വന്നിയ ഒ തോമസ് അച്ഛൻ്റെ ഹൃദയപൂർവമായ സഭാ ശുശ്രൂഷകൾക്ക് ദൈവസന്നിധിയിൽ മഹത്വം കരയേറ്റി എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.